ഒന്നും വിജിലൻസ് അന്വേഷിക്കാൻ കഴിയില്ല. ഇത് അന്വേഷിക്കേണ്ടത് വേറെ ഏജൻസികളാണ്, കേന്ദ്ര ഏജൻസികളാണെന്നാ പറഞ്ഞേക്കുന്നത്. അല്ലാണ്ട് അവൻ അന്വേഷിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് എന്തുകൊണ്ട് കഴിഞ്ഞ മുഖ്യമന്ത്രി ഇത് അങ്ങനെയാണെങ്കിൽ, തെളിവുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് അന്ന് CBIക്ക് വിട്ടില്ല, അല്ലെങ്കിൽ വേറെ കേന്ദ്ര ഏജൻസികൾക്ക് എന്തുകൊണ്ട് വിട്ടില്ല? കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിനകത്ത് യാതൊരു കഴമ്പുമില്ല, തെളിവില്ല എന്ന്. അത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവില്ലെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ ഈ കേസ് CBIക്ക് വിടാതിരുന്നത്? ഇപ്പൊ ഞങ്ങൾ എന്റെ മുമ്പിൽ വന്ന ഫയലിൽ VD സതീശനെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവുമില്ല എന്നെഴുതി വന്ന് ഈ കേസ്, അതുകൊണ്ടാണ് ഈ കേസ് ക്ലോസ് ചെയ്തത്. ഒരു തെളിവുമില്ല എന്ന് ഇടതുമുന്നണിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് അവരും ഒന്ന് ഫർദർ ആക്ഷൻ എടുക്കാതിരുന്നത്. അത്രേ ഉള്ളത്. രാഷ്ട്രക്ക് മാത്രമേ ഇത് മനസ്സിലാവാതുള്ളൂ. പിണറായി വിജയൻ പോലും ഒരു രാഷ്ട്രം വേണ്ടിയിട്ടില്ല ഇതിനെപ്പറ്റി. അതെ, ആ ഫയൽ, അതിനകത്ത് ആ ഫയലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. തെളിവില്ല എന്ന് ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ അല്ലേ എനിക്ക് ഫയൽ അയക്കുന്നത്, അല്ലാണ്ട് പഴയ ഡയറക്ടറാണോ? ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ പഴയ വിജിലൻസ് ഡയറക്ടർ പറഞ്ഞ കാര്യം കൂടി ചേർത്തുള്ള ഫയലാണ് അയച്ചത്. എന്തുകൊണ്ട് പഴയ മുഖ്യമന്ത്രി ഇതിനെപ്പറ്റി മിണ്ടാത്തത്? ആ സംശയമുള്ള ഗോവിന്ദ മാസ്റ്ററൊക്കെ ഉള്ളൂ. അദ്ദേഹത്തിന് ഇപ്പൊ ഇത്തിരി സംശയം കൂടുതലാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം. ഞാൻ പറയട്ടെ, ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ ഞാനാണോ പറയണ്ടേ? ഞാനങ്ങനെ പറയാൻ പാടില്ല. KG മോഹൻദാസിന്റെ പേരിൽ എനിക്ക് പരാതി കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആ പരാതി IG ക്രൈംസിന് കൊടുത്തു. ക്രൈംസ് അദ്ദേഹത്തിന്റെ പേരിൽ FIR ഇട്ടു. അന്വേഷണം നടക്കുകയാണ്. അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ തീരുമാനിക്കേണ്ട അന്വേഷണ ഉദ്യോഗസ്ഥനല്ലേ? അല്ല ആഭ്യന്തരമന്ത്രി പറയും ഇന്നയാളെ അറസ്റ്റ് ചെയ്യാൻ പറയാൻ പറ്റുമോ? അത് പോലീസിന് കേൾക്കാൻ പറ്റുമോ? അവിടെയല്ലേ തെറ്റ്. പ്രളയം സമ്പാദിച്ചല്ലോ പല ജില്ലകളിൽ, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ. അപ്പം മുഖ്യമന്ത്രി